വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, അഫർമേഷൻസ് പറയുന്നുണ്ട്, ജേർണലിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ആവാണ്, മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല. അപ്പം നിങ്ങൾ ആങ്ഷ്യസ് ആവുന്നു, നിങ്ങൾ സ്ട്രെസ്ഡ് ആവുന്നു, നിങ്ങൾക്കൊരു അൺവർത്തി ഫീലിംഗ് ഒക്കെ ഉണ്ടാവുന്നു. ഇങ്ങനൊരു അവസ്ഥയിലാണോ നിങ്ങൾ? അങ്ങനാണെങ്കിൽ അതിൻ്റെ കാരണം, യഥാർത്ഥ കാരണം നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങൾക്ക് ഉണ്ടായ ആന്തരിക മുറിവുകളായിരിക്കും. അപ്പോൾ അതൊന്ന് ഹീൽ ചെയ്താലേ ഉള്ളൂ മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ആക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഉള്ളിലെ ആ മുറിവേറ്റ കുട്ടി ഇപ്പോഴും ആ ഫിയറും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ പല അവഗണനകളും പല കുത്തുവാക്കുകളും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒന്നിനും കൊള്ളില്ല, നമുക്കൊന്നും ഒരിക്കലും പണക്കാരാവാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ മുറിവേറ്റ കുട്ടി നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്കിതൊന്നും അർഹിക്കുന്നില്ല, എനിക്ക് ഇത്രയും പൈസയൊന്നും ഉണ്ടാക്കാനായിട്ടുള്ള കഴിവില്ല. ഈ പഴയ ഇമോഷണൽ പാറ്റേൺ ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ആ സബ് കോൺഷ്യസ് ബിലീഫ് ഒക്കെ ഒന്ന് റീവയർ ചെയ്ത് നമുക്ക് നമ്മളോട് തന്നെയുള്ള ആ മതിപ്പൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പേപ്പറും പേനയൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ജേർണൽ എടുത്തിട്ട്, ചെറുപ്പത്തിൽ നമ്മൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചത് എന്നാൽ കേൾക്കാൻ പറ്റാഞ്ഞത് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അത് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് തന്നെ നമ്മളൊരു ലവ് ലെറ്റർ എഴുതുക. ആ ഇന്നർ ചൈൽഡിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു ലവ് ലെറ്റർ എഴുതുക. യു ആർ വർത്തി, യു ആർ സേഫ്, നീ വിലപ്പെട്ടവനാണ്, നീ സുരക്ഷിതനാണ്, നീ എന്താണോ നിന്നെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഇന്നർ ചൈൽഡിനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ, എംപവർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങളത് എഴുതാനായിട്ട്.